ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട 3 ടോപ്പിക്കുകളാണ് ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനും. അപ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാവരും പഠിച്ചിട്ട് പോവുക. അതിലേതെങ്കിലും ഒന്നെങ്കിലും ചോദ്യത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നോ രണ്ടെണ്ണോ വരാം, നമുക്കറിയില്ലല്ലോ എങ്ങനെയാണെന്നുള്ളത്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ലിബറലൈസേഷൻ എന്താണെന്നുള്ളത്, അതായത് നമുക്ക് പുതിയൊരു സാമ്പത്തിക നയം വന്നത് 1991 ആ ഒരു നയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതുവരെ ഇന്ത്യയും മറ്റുള്ള ലോകരാജ്യങ്ങളും തമ്മിൽ പലതരത്തിലുള്ള വ്യാപാര കരാറുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊന്നും വലിയൊരു മെച്ചമില്ലാതിരിക്കുന്ന സ്ഥിതിയിൽ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ എന്ന് തോന്നുന്നൊരു സമയത്താണ് 1991 ഇത്തരത്തിലുള്ള പുതിയൊരു LPG, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ഒരു പോളിസി ഗവൺമെൻറ് കൊണ്ടുവന്നത്. അതായത് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അപ്പോൾ എന്താണ് ഈ ലിബറലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുവരെ ഇന്ത്യ എങ്ങനെയായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പുതിയ നയത്തിലേക്ക് വന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം, അതേപോലെ തന്നെ ജോലിയില്ലായ്മ, അസമത്വം, അങ്ങനെ ഒരുപാട് ഇംബാലൻസുകൾ, പ്രശ്നങ്ങൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. അതിനെ തരണം ചെയ്യണമെങ്കിൽ ഇതേ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പുതിയൊരു ന്യൂ എക്കണോമിക് പോളിസി നിലവിൽ വന്നത്. അതിൻ്റെ 3 സ്ട്രാറ്റജിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പറയുന്നത് ലിബറലൈസേഷനാണ്. ലിബറലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് ഉദാര നയങ്ങൾ കൊണ്ടുവരിക. അതായത് നമ്മൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്ന, അല്ലെങ്കിൽ റിജിഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ചില നയങ്ങളെ നമ്മൾ ഒന്നുകൂടി അയവാക്കി മാറ്റുക. എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത്? അപ്പോൾ കുറേ ബെനിഫിറ്റുകൾ നമുക്ക് ഇതിലൂടെ കിട്ടാനുണ്ട്. അപ്പോൾ ലിബറലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മേക്കിംഗ് ദ എക്കണോമി ലെസ് കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്ന കുറേ മേഖലകൾ ഉണ്ടായിരുന്നു. അതിനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല തോന്നിയപ്പം ആ ഒരു സ്ട്രിക്ട്നെസ്സിനെയൊക്കെ അവരൊന്ന് അയവാക്കാൻ തുടങ്ങി. അതിനെയാണ് ലിബറലൈസ് ചെയ്യുക എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ലിബറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്കണോമീനെ ഒന്ന് ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ നിന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 91 ഗവൺമെൻറ് തീരുമാനിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊക്കെ മേഖലയിലാണോ ഗവൺമെൻറ് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നയങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്, അവിടെയൊക്കെ ഒന്നുകൂടിയിട്ട് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യത്തിലേക്ക് മാറ്റുക. ആ ഒരു പോളിസിനെ തന്നെയാണ് ഇത് ഈ മാർക്ക് ചെയ്തത് മാത്രം പഠിച്ചാൽ മതി. ലിബറലൈസേഷൻ എന്താണ് ഇവിടെ ഒന്ന് പഠിക്കുക, ഈ ഒരു ഭാഗത്തും പഠിക്കുക. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്തു അവരുടെ കൺട്രോളിനെയൊക്കെ, വളരെ കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പോളിസീനെയാണ് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി ലിബറലൈസേഷൻ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പം ഏതൊക്കെ സെക്ടറിലാണ് ആ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയത്? ഫിനാൻഷ്യൽ സെക്ടർ റിഫോം ചെയ്തു. കാരണം ബാങ്കിങ് സെക്ടറൊക്കെ നല്ല രീതിയിൽ തന്നെ ഡീറെഗുലേഷൻ വന്നു. പുതിയ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ലിബറലൈസ് ചെയ്തു ക്യാപിറ്റൽ മാർക്കറ്റ്. അതാണ് ഈ മേഖലയിൽ വന്ന മാറ്റം. ഇൻഡസ്ട്രിയൽ സെക്ടറിൽ എങ്ങനെയാണ് മാറ്റം വന്നത്? റിഡക്ഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് റിക്വയർമെൻറ്റ്സ്. ആദ്യമൊക്കെ ഒരു ഇൻഡസ്ട്രി തുടങ്ങാനുള്ള ലൈസൻസൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് ഒന്നുകൂടി അതിൻ്റെ ബുദ്ധിമുട്ടുകളെ കുറച്ചും കൂടി റൂൾസിനെയൊക്കെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തു. പ്രൈവറ്റ് സെക്ടറിൻ്റെ പാർട്ടിസിപ്പേഷനെ കുറച്ചും കൂടി നമ്മൾ എൻകറേജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ മാറ്റം കൊണ്ടുവന്നത്. എക്സ്റ്റേണൽ സെക്ടർ റിഫോംസ് ഉണ്ട്. ഇവിടെ പ്രധാനമായിട്ടും വന്നത് വ്യാപാര നയങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ തുടങ്ങി, ലിബറലൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഇറക്കുമതികളൊക്കെ നടക്കുമ്പോൾ അതിൻ്റെ ടാരിഫുകളൊക്കെ റിഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ റെസ്ട്രിക്ഷൻസ് ഒക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള റെസ്ട്രിക്ഷനൊക്കെ ഒന്നുകൂടി റിലാക്സ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ മാർക്കറ്റ് ഡിറ്റർമിൻഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. എളുപ്പത്തിൽ തന്നെയുള്ള, അതായത് ക്യാപിറ്റൽ മൂവ്മെൻറ്റിലൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തതിനൊക്കെ ഒന്നുകൂടി ഈസി ആക്കി. സിംപ്ലിഫിക്കേഷനൊക്കെ കൊടുത്തു. അതായത് ഫോറിൻ എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റെഗുലേഷനിലൊക്കെ കുറച്ചും കൂടി മയങ്ങൾ, അല്ലെങ്കിൽ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തു. അപ്പോൾ ഈ LPG വന്ന സമയത്ത് ലിബറലൈസ് ചെയ്തപ്പം ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയ മേഖല ഒന്ന് ഫിനാൻഷ്യൽ സെക്ടറും ഇൻഡസ്ട്രിയൽ സെക്ടറും എക്സ്റ്റേണൽ സെക്ടറും ഫോറിൻ എക്സ്ചേഞ്ചും പിന്നെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി റിഫോമുകളൊക്കെയാണ്. അതായത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കൊക്കെ വളരെ ഓപ്പൺ അപ്പ് കിട്ടിയൊരു സമയമായിരുന്നു. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊസീജിയറൊക്കെ ഒന്നുകൂടി സ്ട്രീം ലൈൻ ചെയ്തു. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എൻകറേജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഇതിലൂടെ വന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ലിബറലൈസേഷൻ എന്താണെന്ന് പഠിക്കുക, ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഒപ്പം തന്നെ ഒബ്ജക്റ്റീവ്സ് നിർബന്ധമായിട്ടും പഠിക്കുക. ലിബറലൈസേഷൻ എന്തുകൊണ്ട് വന്നു, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിൻ്റെ ഇടയിൽ കോമ്പറ്റീഷൻസ് ഇൻക്രീസ് ചെയ്യണം.
അങ്ങനെ ചെയ്യുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഫോറിൻ ട്രേഡുമായിട്ടുള്ള കാര്യം, മറ്റുള്ള ലോകരാജ്യങ്ങളുമായിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാൻ നമ്മുടെ പ്രൊഡക്റ്റ് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് എത്തിക്കുക, അവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള കുറേ നയങ്ങളെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് എൻഹാൻസ്മെൻറ്റ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി. കൂടുതലായിട്ട് വിദേശ മൂലധനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നോക്കുക, ടെക്നോളജിയൊക്കെ ഉയർത്താൻ നോക്കുക. നമ്മൾ ഇന്നും പഴയ കാലത്തെ ടെക്നോളജി യൂസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അത്രയും ലോകം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളും ഡെവലപ്പ് ആവണമെങ്കിൽ പുതിയ ടെക്നോളജിയൊക്കെ ആക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് അതേപോലെ ടു എക്സ്പാൻഡ് ഗ്ലോബൽ മാർക്കറ്റ് ഫ്രണ്ടിയേഴ്സ് ഓഫ് ദ കൺട്രി, രാജ്യത്തിലെ എവിടെയൊക്കെ നമുക്ക് സാധ്യതകളുണ്ടോ ആ ഭാഗങ്ങളിലേക്കൊക്കെ പോയിട്ട് നമ്മുടെ വ്യാപാര സാധ്യത കൂട്ടുക എന്നുള്ളതാണ്. പിന്നെ ഡിമിനിഷിങ് ദ ഡെറ്റ് ബർഡൻ ഓഫ് ദ കൺട്രി. നമ്മൾ സാധാരണ ബുദ്ധിമുട്ട് വരുമ്പോൾ കടം വാങ്ങാറുണ്ട്, അതേപോലെ രാജ്യങ്ങൾ തമ്മിലും കടം വാങ്ങാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഡെറ്റ് ബർഡനെയൊക്കെ കുറയ്ക്കാൻ നോക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഈ ലിബറലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 മാർക്കിനും 6 മാർക്കിനൊക്കെ ചോദ്യം വരാവുന്നതാണ്. അല്ലെങ്കിൽ എസ് ആയിട്ട് ഒറ്റയടിക്ക് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷനും ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കേണ്ടത് ഇത്രയൊക്കെ ഉള്ളൂ. ലിബറലൈസേഷൻ എന്താണെന്നും ഏത് ഫോം എവിടെയൊക്കെ അത് ഗുണപ്പെട്ടു എന്നുള്ളത് കുറച്ചെങ്കിലും ഒന്ന് എഴുതുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നിർബന്ധമായിട്ടും എഴുതുക. ഓക്കെ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് പ്രൈവറ്റൈസേഷൻ. ഞാൻ ഈ മാർക്ക് ചെയ്തത് മാത്രം ഒന്ന് പഠിക്കുക. എന്താണ് പ്രൈവറ്റൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിനെ കുറിച്ചൊക്കെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ മേഖലയിലാണ് എപ്പോഴൊക്കെ ഗവൺമെൻറ് ഇടപെടൽ ആവശ്യമാണോ, എന്തിനു വേണ്ടി ഇടപെടണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നോടെ. അപ്പോൾ പ്രൈവറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള കുറേ വലിയ വലിയ കമ്പനികളുണ്ട്. ഇന്ന് ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന, അതായത് നമ്മളിപ്പോൾ ഗവൺമെൻറ് സർവീസുകളെ കുറിച്ച് പറയാറുണ്ടല്ലോ, ആ മേഖലയൊക്കെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ്. എയർലൈൻസ്, ബാങ്കിങ് സെക്ടർ, ഫാക്ടറികൾ, അങ്ങനെയൊക്കെ. ചില സമയത്ത് ഗവൺമെൻറ്റിന് പോലും ആ മേഖലയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിൽ നഷ്ടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഉള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എങ്ങനെ അത് ഓവർകം ചെയ്യാം എന്ന് തീരുമാനിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, നല്ല ഏബിളായിട്ടുള്ള കഴിവുള്ള നല്ലോണം ഈ ഒരു ലോസിനെയൊക്കെ സഫർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ആളുകളുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അവർക്ക് ഇതിനെ കൊടുക്കുക, അതായത് ഗവൺമെൻറ്റിൻ്റെ കൺട്രോള് കുറച്ചുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ മേഖലയെ മെച്ചപ്പെടുത്തുക എന്നുള്ള സംവിധാനമാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് ദ കൺട്രോൾ ആൻഡ് ഓണർഷിപ്പ് ഓഫ് ബിസിനസ് ഫ്രം ദ പബ്ലിക് സെക്ടർ ടു ദ പ്രൈവറ്റ് സെക്ടർ. പബ്ലിക് സെക്ടർ പറഞ്ഞാൽ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന മേഖല. അപ്പോൾ അവിടെ നിന്ന് അവരുടെ അവകാശങ്ങൾ, ഓണർഷിപ്പിനെയും കൺട്രോളിനെയും ഒക്കെ എവിടേക്ക് കൊടുക്കുക, പ്രൈവറ്റ് സെക്ടറിലേക്ക് കൊടുക്കുക. ഇറ്റ് മീൻസ് എ ഡിക്ലൈൻ ഇൻ ദ റോൾ ഓഫ് ഗവൺമെൻറ് ഫ്രം പബ്ലിക് ടു പ്രൈവറ്റ്. അതിൻ്റെ അർത്ഥം എന്താ, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറച്ചുകൊണ്ട് പ്രൈവറ്റുകാർക്ക് കൂടുതലായിട്ട് അധികാരം കൊടുക്കുക. ഇറ്റ് മീൻസ് ട്രാൻസ്ഫറിങ് കൺട്രോൾ ഓഫ് ഗവൺമെൻറ് ഓൺഡ് ബിസിനസ് ടു പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ്. ഗവൺമെൻറ്റിൻ്റെ സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകളെയൊക്കെ സ്വകാര്യ വ്യക്തികൾക്കോ കമ്പനികൾക്കോ കൊടുത്തുകൊണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുവരിക. അപ്പോൾ പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻവോൾവിങ് ദ പ്രൈവറ്റ് സെക്ടർ ഇൻ ദ ഓണർഷിപ്പ് ഓർ ഓപ്പറേഷൻ ഓഫ് സ്റ്റേറ്റ് ഓൺഡ് എൻ്റർപ്രൈസസ്. ഓരോ സംസ്ഥാനങ്ങളുടെ സ്ഥാപനങ്ങളായാലും സെൻട്രൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണെങ്കിലും അതിനെ പ്രൈവറ്റ് സെക്ടറിലേക്കും കൂടി ഉൾപ്പെടുത്തുക, അവരെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ബിസിനസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. പ്രൈവറ്റൈസേഷൻ 3 മാർക്സിനൊക്കെ ചോദിക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് ലെറ്റസ് ഹൗ പ്രൈവറ്റൈസേഷൻ വാസ്, എങ്ങനെയാണ് പ്രൈവറ്റൈസ് ചെയ്യാന്ന് ഇവിടെ പറയുന്നുണ്ട്, അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് സെല്ലിംഗ് ഗവൺമെൻറ് കമ്പനീസ്. പ്രൈവറ്റൈസ് ചെയ്യുന്നതിൻ്റെ ഒരു തരം എന്ന് പറയുന്നത് ഗവൺമെൻറ് എന്ത് ചെയ്യും, അവരുടെ ബിസിനസ് എല്ലാം പ്രൈവറ്റ് കമ്പനിക്ക് വിൽക്കുക. ദിസ് ഇസ് വാസ് ഡൺ ബൈ സെല്ലിംഗ് ഷെയർസ് ഓഫ്. എങ്ങനെ ഈ വിൽക്കുക, ഗവൺമെൻറ്റിൻ്റെ ഷെയർ ആയിരിക്കും അതിലുണ്ടായിരിക്കുക. ആ ഷെയറൊക്കെ മൊത്തത്തിൽ ആയിരിക്കും കൊടുക്കുക, സ്റ്റോക്ക് മാർക്കറ്റിലൂടെ പൊതുവായിട്ടുള്ള പ്രൈവറ്റ് ഓണേഴ്സിനോ അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനിക്കോ, ആരാണോ ഈ ഓഹരികൾ മൊത്തം വാങ്ങുന്നത് അവരുടേതായിട്ട് മാറുക കമ്പനി. വെൻ പ്രൈവറ്റ് കമ്പനീസ് ടുക്ക് കൺട്രോൾ, അപ്പോൾ അവർ കൺട്രോൾ ഏറ്റെടുക്കും, അവർ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും, ബിസിനസ്സിനെ അങ്ങനെ ലാഭത്തിലേക്കും നല്ല എഫിഷ്യൻ്റ് ആക്കി മാറ്റും. അങ്ങനെയാണ് ഒരു തരത്തിൽ പ്രൈവറ്റൈസ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, ഗവൺമെൻറ് കമ്പനീനൊക്കെ വിൽക്കുക. രണ്ടാമത് ചെയ്യുന്നത് കോമ്പറ്റീഷൻ എൻകറേജ് ചെയ്യുക. ഈ ബിസിനസ്സിനെ വിറ്റ് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്ത് ചെയ്യും, പ്രൈവറ്റ് കമ്പനീസിനോട് ടു എൻ്റർ വേരിയസ് സെക്ടേഴ്സ് ലൈക്ക് ടെലികമ്മ്യൂണിക്കേഷൻ, അതായത് വാർത്താവിനിമയ മേഖല, എയർലൈൻസ്, ബാങ്ക്സ്, അതിലൊക്കെ ഗവൺമെൻറ് തന്നെ എന്ത് ചെയ്യും, അവർക്ക് കൊടുക്കും. അതുവഴി എന്തുണ്ടാവും, അപ്പോൾ കൂടുതൽ അവിടെ കോമ്പറ്റീഷൻസ് വരും. കൂടുതൽ കോമ്പറ്റീഷൻ വരിക പറയുമ്പോൾ എന്താ, അവർ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ എല്ലാവർക്കും കൊടുത്തു തുടങ്ങും, സർവീസുകൾ കൊടുക്കും. അപ്പോൾ അതുവഴി എന്താവും, പ്രൈസ് കുറയും. അപ്പം കൂടുതൽ ഇന്നോവേഷൻ ഈ മേഖലയിൽ വരും. അങ്ങനെയൊക്കെ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത് ബെറ്റർ മാനേജ്മെൻറ്റ്. അവർ പ്രൈവറ്റ് കമ്പനീസ് എപ്പോഴും ഫോക്കസ് ചെയ്യുക എന്താ,
അവർക്ക് ലാഭം ഉണ്ടാക്കണം, അവരുടെ ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് സെക്ടറിലേക്ക് നമ്മൾ ഇവർക്ക് കൺട്രോൾ കൊടുത്തു കഴിഞ്ഞാൽ പല കമ്പനികളും നല്ല രീതിയിൽ മാനേജ് ചെയ്യപ്പെടാനും സക്സസ്ഫുൾ ആയി മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ 3 തരത്തിലാണ് പ്രൈവറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ കമ്പനീസിനെ വിൽക്കുക, അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുക കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ബെറ്റർ മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇനി ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? പ്രൈവറ്റൈസ് ചെയ്യുന്ന ലക്ഷ്യം എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഗവൺമെൻറ്റിൻ്റെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതേപോലെ പബ്ലിക് സെക്ടർ ആയിട്ടുള്ള കമ്പനികളൊക്കെ വർക്ക് ലോഡൊക്കെ ഒന്ന് കുറയ്ക്കുക. അതേപോലെ തന്നെ ആവശ്യമുള്ള ഫണ്ടുകൾ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും. റേസ് ഫണ്ട്സ് ഫ്രം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്തതെന്നൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് ഫണ്ടുകൾ റേസ് ചെയ്യാം. ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ഓഫ് ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ ഒക്കെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുക. അതേപോലെ തന്നെ കൺസ്യൂമർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഗുഡ്സും സർവീസുകളും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക. സൊസൈറ്റിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്യുക. എൻകറേജിങ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെയൊക്കെ കൂടുതൽ എൻകറേജ് ചെയ്യുക. ഇതൊക്കെയാണ്. പ്രൈവറ്റൈസ് ചെയ്യുമ്പോഴല്ലേ കൂടുതൽ രാജ്യങ്ങളും കൂടുതൽ വ്യക്തികളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ സ്ഥാപനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് വരുള്ളൂ. അതാണ് പ്രൈവറ്റൈസേഷൻ. അപ്പോൾ ഗ്ലോബലൈസേഷനും ഒബ്ജക്റ്റീവ്സും കൃത്യമായി പഠിച്ചോളുക. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് എന്താണ്? ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പണ്ടത്തെ കാലത്ത് ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ വിൽപ്പന ചെയ്യുന്നൊരു സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ നിന്ന് സാധനങ്ങൾ അല്ലാതെ പുറത്തേക്കും പോയിട്ടില്ല, പുറത്തുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വരാനും സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു നയം വന്നതോടുകൂടി എന്തായി? ലോകത്തേക്ക് തുറന്നിട്ടൊരു വാതിൽ പോലെയായി ഗ്ലോബലൈസേഷൻ്റെ വരവ് എന്നാണ് പറയുന്നത്. കൂടുതൽ രാജ്യങ്ങളിലുമായിട്ട് നമ്മൾ സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യാൻ തുടങ്ങി. അതുവഴി നമുക്ക് എവിടെയും ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മുടെ ഇന്ത്യയിലേക്ക് വന്ന് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം കൊടുത്തു. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ വരവോട് കൂടിയിട്ട് ശരിക്കും നാഷണൽ എക്കണോമി എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിന്നാൽ നമ്മളെ എങ്ങനെ വേൾഡ് എക്കണോമിയായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ വരുന്ന സമയത്ത് എന്താ? ഒരുപാട് ഇൻഫർമേഷൻ്റെ ഫ്ലോ അവിടെ ഉണ്ടായി. ഫ്രീ ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഉണ്ടായി, ടെക്നോളജിയുടെ ഫ്ലോ ഉണ്ടായി, ഗുഡ്സ് ആൻഡ് സർവീസ് വന്നു, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വന്നു. ഈവൻ പീപ്പിൾ അക്രോസ് ഡിഫറെൻറ്റ് കൺട്രീസ്, ജനങ്ങൾ വരെ എന്തായി? പല സ്ഥലത്ത് ഇതിൻ്റെ ഭാഗമായിട്ട് പോയി നിൽക്കാനും ജോലി ചെയ്യാനും അവരുടെയൊക്കെ സമ്പദ് വ്യവസ്ഥ കൂട്ടാനൊക്കെ പറ്റി. ആൻഡ് ട്രേഡ് കൊണ്ടുവരാൻ പറ്റി. നല്ല രീതിയിൽ വ്യാപാര കരാറുകൾ കൊണ്ടുവന്നു, ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവന്നു, മാർക്കറ്റ് കൊണ്ടുവന്നു. പല രാജ്യങ്ങളിൽ കാണുന്ന പോലത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ നാട്ടിലും കൊണ്ടുവന്നു. അങ്ങനെ എക്കണോമീനെ വളരെ ഈസി ആയിട്ട് തന്നെ അവർ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലോബലൈസേഷൻ വന്നപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നാണ് പറയണത്? ഓപ്പണിംഗ് ട്രേഡ്. എവിടെയും ഗവൺമെൻറ് എന്ത് ചെയ്തു? ടാക്സ് നിരക്കുകളൊക്കെ കുറച്ചു ആൻഡ് റൂൾസൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കൊടുത്തു. ഏതിൻ്റെ മുകളിൽ? ഇമ്പോർട്ടും എക്സ്പോർട്ടിൻ്റെ മുകളിൽ. പുറമേ നിന്നുള്ള വിദേശ സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചു. എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്തും അതെ. അപ്പോൾ ദിസ് മേഡ് ഇറ്റ് ഈസിയർ ഫോർ ബിസിനസ് ടു ട്രേഡ് വിത്ത് അതർ കൺട്രീസ്. അങ്ങനെ വന്നപ്പോൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എളുപ്പത്തിൽ കരാറുകൾ ചെയ്യാൻ പറ്റി. അപ്പോൾ കൂടുതൽ ഗുഡ്സും സർവീസുകളൊക്കെ ലോകത്ത് നടക്കാൻ തുടങ്ങി എന്നുള്ള പറയുന്നത്. പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അട്രാക്ട് ചെയ്യാൻ തുടങ്ങി. കാരണം ഇന്ത്യ എന്ത് ചെയ്തു? ഫോറിൻ കമ്പനിയോടൊക്കെ വന്നോളാൻ പറഞ്ഞു, ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു, ഒരുപാട് ഇൻസെൻറ്റീവ്സ് കൊടുത്തു. അങ്ങനെ ഫോറിൻ കമ്പനികളൊക്കെ അവർ ലാർജ് ഷെയറും ഇന്ത്യയിൽ ഇറക്കാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ ബെനിഫിറ്റ്? ഇവിടെ പുതിയ ടെക്നോളജികളും മാനേജ്മെൻറ്റ് സ്കില്ലും ക്യാപിറ്റലൊക്കെ വരാൻ തുടങ്ങും. അങ്ങനെ ഇന്ത്യയിലെ ബിസിനസ്സും ഡെവലപ്പ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കൂടുതലായിട്ട് നമ്മൾ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത സാധനങ്ങൾ ഇവിടെ തന്നെ വിൽപ്പന നോക്കാതെ ആഗോളതലത്തിലേക്ക് മാക്സിമം എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്പനീസൊക്കെ കൂടുതൽ ബിഗ്ഗർ മാർക്കറ്റിലേക്ക് പോയി അവരുടെ സെയിൽസൊക്കെ കൂട്ടി. ഇൻക്രീസ് ഇൻ ഇക്വിറ്റി ലിമിറ്റ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അതേപോലെ തന്നെ ഒരു വിദേശ കമ്പനിക്ക് നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 40% മുതൽ 51 to 100 വരയ്ക്കുള്ള അവസരം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 100% ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പറയുന്നത് ഒരു ഫോറിൻ കമ്പനി തന്നെയാണ് അവിടെ സ്ഥാപിക്കുന്നത്. അല്ലെങ്കിൽ 40% നമ്മൾക്ക് അവരെടുക്കും, ബാക്കി 60 നമ്മളെടുക്കുക. അല്ലെങ്കിൽ 51-100% എങ്ങനെ വേണമെങ്കിലും അങ്ങനെ ഒരു റേഞ്ച് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റി. പാർഷ്യൽ കൺവേർട്ടബിലിറ്റി. ഈ ഒരു ഗ്ലോബലൈസേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർഷ്യൽ കൺവേർട്ടബിലിറ്റി ഓഫ് ഇന്ത്യൻ റുപ്പി ഹാസ് ബീൻ ഫോളോയിങ് ട്രാൻസാക്ഷൻസ്. ഇന്ത്യൻ രൂപയെ തന്നെ എന്താ ചെയ്തത്? കൺവേർട്ട് ചെയ്യാൻ എളുപ്പത്തിലാക്കുന്ന രീതിയിലാക്കി. കാരണം ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസും പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും റെമിറ്റൻസ് ഓഫ് മീറ്റ് ഫാമിലി എക്സ്പെൻസസ്. അപ്പോൾ അങ്ങനെ പാർഷ്യലി കൺവേർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ടു ദ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഫോറിൻ കറൻസി അറ്റ് ദ മാർക്കറ്റ് പ്രൈസ്.
നമ്മൾ വിദേശ രാജ്യങ്ങളുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ നാട്ടിലുള്ള വിനിമയ നിരക്കും നമ്മുടെ നിരക്കുമായിട്ട് ഒന്ന് എന്ത് ചെയ്യേണ്ടി വരും, ഒത്തുപോകേണ്ടി വരും. അപ്പോൾ അതിനുവേണ്ടി കൂടുതൽ ഫോറിൻ കറൻസികളൊക്കെ വാങ്ങലും വിൽക്കലും ഒക്കെ നമ്മുടെ നാട്ടിലൂടെ ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടി ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുമായി കൂടുതൽ കണക്റ്റഡ് ആയി എന്നുള്ളതാണ്. പുതിയ പുതിയ മാർക്കറ്റുകൾ ഓപ്പണായി, പുതിയ ടെക്നോളജി കൊണ്ടുവന്നു, അതുപോലെ തന്നെ ഫോറിൻ ബിസിനസ്സുകൾക്ക് ബെനിഫിറ്റ് കിട്ടാൻ തുടങ്ങി ഇന്ത്യയിൽ. അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി വന്നിട്ട് ഹയർ ഗ്രോത്ത് ഉണ്ടാവാനും നല്ലൊരു സ്ട്രോങ്ങർ എക്കണോമി ആയിട്ട് മാറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും പഠിച്ചു. ഇനി ഗ്ലോബലൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നും കൂടി പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഏരിയയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ 3 കാര്യങ്ങൾ എന്താണെന്നുള്ള 3 മാർക്കിന് വരാം. ഇവയുടെ ഒബ്ജക്റ്റീവ്സ് മസ്റ്റായിട്ട് പഠിക്കുക. ഗ്ലോബലൈസ് ചെയ്യുമ്പോഴുള്ള ഒബ്ജക്റ്റീവ് എന്തിനായിരുന്നു? ഫോറിൻ ട്രേഡ് കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻ്റ് ഒക്കെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ നമുക്കിങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് ഐഡിയാസ് ഷെയർ ചെയ്യാൻ പറ്റും. അവരുടെ ഫുഡ് ഹാബിറ്റുകൾ, ട്രഡീഷൻസ്, നോളജ്, കൾച്ചർ ഒക്കെ നമുക്ക് ഏത് ഭാഗത്തു നിന്നും അതർ പാർട്സ് ഓഫ് ദ വേൾഡ് ഗ്ലോബിലേക്കൊക്കെ എത്തിക്കാൻ പറ്റി. കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കൊടുക്കാൻ പറ്റി. പുതിയ ടെക്നോളജി ഇന്നോവേഷൻ അക്വയർ ചെയ്യാൻ പറ്റി. മറ്റുള്ള വലിയ പ്രമുഖ രാജ്യങ്ങളിലെ കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ചുകൾ, ഹെൽത്ത് ആൻഡ് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ കൊളാബറേറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊമോഷൻ കിട്ടി നമുക്ക്. ടു എൻകറേജ് പ്രൈവറ്റ് സെക്ടർ പാർട്ടിസിപ്പേഷൻ, പ്രൈവറ്റ് സെക്ടറിനെയൊക്കെ കൂടുതലായിട്ട് നമ്മളുടെ ഇന്ത്യൻ എക്കണോമിയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എൻകറേജ്മെൻ്റ് ആയിരുന്നു അത്. കൂടുതൽ ഫോറിനേഴ്സിനെ ഇങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് പഠിക്കുക. പിന്നെ ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. കാരണം ഈ ലിബറലൈസേഷൻ, അതായത് LPG വരുന്നതിന് മുന്നുള്ള ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെയായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അന്ന് ഒരുപാട് ഗവൺമെൻറ് കൺട്രോൾ കൂടുതലായിരുന്നു. ഏതൊക്കെ മേഖലയിലാണ് കൺട്രോൾ കൂടുതൽ? ലൈസൻസ് കൊടുക്കണേൽ, ലിമിറ്റഡ് കോമ്പറ്റീഷൻ, ഫോക്കസ് ഓൺ സെൽഫ് റിലയൻസ്. പിന്നെ ഒരുപാട് സാമ്പത്തിക വെല്ലുവിളികൾ നമുക്ക് നേരിടേണ്ടി വന്നു. കാരണം നമ്മുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ വളരെ സ്ലോ ഗ്രോത്ത് ആയിരുന്നു. പിന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഇൻഡസ്ട്രീസ് ഒന്നും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നതായിരുന്നില്ല. പിന്നെ ഒരുപാട് കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ LPGയുടെ മുന്നത്തെ ഇന്ത്യയുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഒക്കെ വന്നത്? കാരണം ഭയങ്കരമായിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ്, ധനക്കമ്മി ഒക്കെ നമുക്ക് കുറയായിരുന്നു. പിന്നെ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ്, ഗൾഫ് യുദ്ധം വന്നു. പിന്നെ ഒരുപാട് പണപ്പെരുപ്പം വന്നു. പിന്നെ ഇൻറ്റേർണലായിട്ടുള്ള ഡെറ്റുകൾ കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ ഡിപ്ലീറ്റഡ് ഫോറക്സ് റിസർവ് കുറയാൻ തുടങ്ങി. പിന്നെ ക്യാപിറ്റൽ ഫ്ലൈറ്റ് ഉണ്ടായി. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാരണം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ അതായത് മെയിനായിട്ട് വന്ന ഒന്നാമത്തെ പോയിന്റ്, ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ നല്ല ഉണ്ടായിരുന്നു. എക്കണോമിക്കായിട്ട് നമ്മൾ ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു. മൂന്നാമത്തേൽ ഐസൊലേറ്റഡ് ഫ്രം ദ വേൾഡ്, മറ്റുള്ള രാജ്യവുമായിട്ട് നമുക്ക് ഒരു കണക്ഷനും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരുന്നു LPG വരണം മുന്നേ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാമെന്ന് മാത്രം കേട്ടോ. ഇനി LPG ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എന്തായി, എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വന്നു, ഇനി നമുക്കത് എന്താ ഈ 3 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ സ്വയം എഴുതാൻ പറ്റുന്ന. കാരണം വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു എക്കണോമി ക്രിയേറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താ, ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു എക്കണോമി കൈവരിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. GDP ഒക്കെ നല്ല, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഒക്കെ നല്ല രീതിയിൽ റേസ് ചെയ്യാൻ തുടങ്ങി. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനൊക്കെ നല്ല രീതിയിൽ ത്വരിതഗതിയിൽ വളരാൻ തുടങ്ങി. അത് ഫിസിക്കൽ ഡെഫിസിറ്റ് ഒക്കെ നല്ല രീതിയിൽ കൂടാൻ തുടങ്ങി. ഇൻഫ്ലേഷൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് ഒക്കെ നല്ല ഇൻക്രീസിലേക്ക് വന്നു. പ്രൈവറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു ഫ്ലോ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. റെക്കഗ്നീഷൻ ഓഫ് ഇന്ത്യ ആസ് എൻ എമേർജിങ് എക്കണോമിക് പവർ, അതായത് മുന്നോട്ട് വരുന്ന, സാമ്പത്തികമായി കുതിച്ചു വരുന്ന ഒരു റേഞ്ചിലേക്ക് മാറി ഇന്ത്യ എന്ന് പറയും. ഇന്ത്യ അങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ മൊണോപ്പൊളി മാർക്കറ്റിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി. മൊണോപ്പൊളി മാർക്കറ്റ് പറഞ്ഞാൽ കുറേ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ മാത്രം നടന്നിരുന്ന കാര്യങ്ങളായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഒന്നും കൂടി എല്ലാവരാലും കോമ്പറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഇന്ത്യൻ എക്കണോമി ആഫ്റ്റർ LPG ഒന്ന് നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചോളൂ. ഇനി അതെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം ഈ LPG എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എവിടെയൊക്കെ മാറ്റങ്ങൾ വേണം അല്ലെങ്കിൽ വന്നു എന്നുള്ളതൊക്കെ അറിയാൻ സാധിക്കണം. അപ്പോൾ അത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു LPG വന്നപ്പോൾ കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളും നമുക്കുണ്ടായി. എല്ലാം നല്ലതെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വന്നു. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട പോയിൻ്റാണ്. 8 പോയിൻ്റ് വരുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾ LPG എന്താ പഠിക്കുക, അതിൻ്റെ ഒബ്ജക്റ്റീവ് പഠിക്കുക, അതിന് മുന്നേ ഇന്ത്യ എങ്ങനെയായിരുന്നു, അതിന് ശേഷം എങ്ങനെയാണെന്നുള്ളത് നോക്കുക. LPG ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്കുണ്ടായ കുറേ നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത്, ദൂഷ്യവശങ്ങൾ. ഒന്ന്, ഈ എല്ലാം ഓട്ടോമേറ്റഡും ടെക്നോളജിയൊക്കെ വന്നപ്പോൾ അഗ്രികൾച്ചർ ഒന്ന് നെഗ്ലക്റ്റ് ആവാൻ തുടങ്ങി. അതിന് അഗ്രികൾച്ചറിന് വേണ്ട രീതിയിൽ ഡെവലപ്പ് ആവാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്പ്രെഡ് ഓഫ് പോവർട്ടി ഉണ്ടാവാനുള്ള സാധ്യത, സ്ലോ ഗ്രോത്ത് ആയിരുന്നു അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ സെക്ടർ നന്നായിട്ട് വളർന്നു, വ്യവസായ മേഖല നന്നായി വന്നു, പക്ഷേ കാർഷിക മേഖല ഡൗൺ ആയി എന്നുള്ളതാണ്. അർബൻ കോൺസെൻട്രേഷൻ ഓഫ് ഗ്രോത്ത് പ്രോസസ്സ്, LPG പോളിസിയുടെ ഫലമായിട്ട് ഗ്രോത്ത് പ്രോസസ്സൊക്കെ എവിടെ ഉയർച്ച കൈവരിച്ചതൊക്കെ എവിടെ, ഏറ്റവും നല്ല നഗരങ്ങളായിരുന്നു വീണ്ടും വീണ്ടും ഡെവലപ്പ് ചെയ്തത്. എല്ലാ MNCകളും വന്നിട്ട് ഫോക്കസ് ചെയ്തത് എന്താ, എല്ലാ സൗകര്യങ്ങളുള്ള നഗരങ്ങളായിരുന്നു, സിറ്റികളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെയാണല്ലോ എല്ലാ അടിസ്ഥാന സൗകര്യവും ഉണ്ടാവുക. അപ്പോൾ കൂടുതൽ അത് നന്നായി, പക്ഷേ റൂറൽ അർബൻ ഗൾഫ് എന്നുള്ള രീതിയിലേക്ക് അത് മാറി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ എക്കണോമിക് കൊളോണിയലിസം ഉണ്ടായി എന്നുള്ളതാണ്. ഇന്ത്യ സഫേർഡ് നിയർലി ഏകദേശം 200 വർഷത്തോളം ഒരു രാഷ്ട്രീയപരമായ കോളനി വ്യവസ്ഥ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ MNCs വന്നതോടുകൂടി അവരുടെ എക്കണോമിക് കൺട്രോളും അതേപോലെ തന്നെ തുടരേണ്ട അവസ്ഥയിലേക്ക് പോയി. പിന്നെ കൺസ്യൂമറിസം സ്പ്രെഡ് ആവുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് MNCs, മൾട്ടിനാഷണൽ കമ്പനീസ് ഇന്ത്യയിൽ വന്നതിൻ്റെ ഫലമായിട്ട് ലാർജ് സ്കെയിൽ സ്പ്രെഡ് ഓഫ് കൺസ്യൂമറിസം, എവിടെയും കൺസ്യൂമേഴ്സ് വരുന്നൊരു അവസ്ഥയിലേക്ക്. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റി അഡാപ്റ്റ് ചെയ്യണം ഇറ്റ്സെൽഫ് ടു ദ വെസ്റ്റേൺ കൾച്ചർ. എവിടെയും കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ആളുകൾ അപ്പുറത്ത് പോകണു, പുറത്ത് രാജ്യങ്ങൾ പുറത്തുള്ള ആളുകൾ ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കൾച്ചർ കൂടുതൽ അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൾച്ചർ വാങ്ങലും കൊടുക്കലും എന്നുള്ള പോലെയായി മാറി. ലോപ്പ് സൈഡഡ് ഗ്രോത്ത് പ്രോസസ്സായിരുന്നു. LPG കൂടുതലായിട്ടും ഗ്രോത്ത് ഡെവലപ്പ് ചെയ്തപ്പോഴും അത് ലോപ്പ് സൈഡഡ് ആയി മാറി. കാരണം ഇറ്റ് ഈസ് നോട്ട് എൻ ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ല, എല്ലാറ്റിനെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു വളർച്ചയല്ല ഉണ്ടായത്. ചില സെക്ടറിനെ മാത്രം ഡെവലപ്പ് ചെയ്തു, ചില ഭാഗങ്ങളൊക്കെ ഒന്നും അല്ലാതെ മാറി എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ പറയുന്നത് ഗ്രോയിങ് എംപ്ലോയ്മെൻറ്റ്. വിദേശ കമ്പനികളൊക്കെ ഇവിടെ വന്ന് പ്രവർത്തനം തുടങ്ങിയപ്പോൾ കുറേ പേർക്ക് അതിൽ ജോലി കിട്ടി. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് സാധ്യതയൊക്കെ കൂടി. പക്ഷേ എന്താണ്, അതിൻ്റെ ഒപ്പം തന്നെ അൺഎംപ്ലോയ്മെൻറ്റും കൂടി എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു സീരിയസ് ചലഞ്ച് നമ്മൾ ഫേസ് ചെയ്ത് എന്താണ്, വളരെ പെട്ടെന്ന് ഉയർന്നുകൊണ്ടിരുന്ന അൺഎംപ്ലോയ്മെൻറ്റ് നിരക്ക്. LPG പോളിസീസിൽ ജനറേറ്റ് സഫീഷ്യൻറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ കൺട്രി. അതായത് രാജ്യത്ത് എല്ലാവർക്കും തൊഴിൽ കൊടുക്കുക എന്നുള്ള കാര്യം അവിടെ ഫെയിലിയർ ആയിപ്പെട്ടു. കാരണം പുതിയ ജോബ്സാണ് അതുമൂലം വലിയ വലിയ കമ്പനി വന്ന് ഇവിടെയൊക്കെ ചെയ്യുമ്പോൾ, ഓപ്പൺ ചെയ്യുമ്പോൾ അവരെ ടെക്നോളജി യൂസ് ചെയ്യും. ആ ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ എന്താ ഫലം, അത് പഠിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലതൊക്കെ പഴയ ജോബായി മാറി. ഗവൺമെൻറ് ഓൺഡ് ബിസിനസ്സുകളൊക്കെ പ്രധാനമായിട്ടും. അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രീസൊക്കെ കൈവിട്ട് പോണ പോലെ ബിക്കം മോർ എഫിഷ്യൻ്റ് ഓർ സോൾഡ് ഓഫ്, അതൊക്കെ വിൽക്കേണ്ടി വന്നൊരവസ്ഥയിലേക്കൊക്കെ പോയി. ഗവൺമെൻറ്റിന് നോക്കി നടത്താൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്ക് പോവുക. ലോ ലെവൽ ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് വ്യവസായ വളർച്ചയൊക്കെ വളരെ താഴ്ന്ന രീതിയിലേക്ക് പോയി. എന്തുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം, ഇമ്പോർട്ടഡ് ഗുഡ്സ്, അവരവരെ നാട്ടിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് കയറ്റി വിടും. അപ്പോൾ നമുക്ക് അത് എല്ലാം അതിനെ മാത്രം ആശ്രയിക്കേണ്ട അവസ്ഥ വരിക. നമ്മുടെ കയ്യിൽ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തൊരവസ്ഥ, നോൺ ടാരിഫ് ബാരിയേഴ്സ് ഉണ്ടായിരിക്കുക. ഡെവലപ്ഡ് കൺട്രീസ് നമുക്ക് നികുതികൾ, ടാരിഫൊക്കെ ചുമത്തുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, അവർ വന്ന് ഇവിടെയൊക്കെ വലിയ തോതിൽ ബിസിനസ്സൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് നമ്മുടെ പരിസ്ഥിതിനെ ഹനിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ, പൊല്യൂഷന്, ഡിപ്ലീഷന്, നമ്മുടെ റിസോഴ്സിനൊക്കെ അവർ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഡിപ്ലീറ്റ് ചെയ്ത് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ പോകേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെയാണ് LPG കൊണ്ടുണ്ടായ നെഗറ്റീവ് ഇമ്പാക്റ്റ്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ 3 ഒബ്ജക്റ്റീവ്സും അതിൻ്റെ ഇമ്പാക്റ്റും അതുപോലെ ആഫ്റ്റർ LPG ഒന്ന് നന്നായിട്ട് നോക്കി വെക്കേണ്ട ഒരു പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.